ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാണുന്നത് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് വിഴിഞ്ഞം ടെർമിനൽ എന്ന് പറയാനാണ് എനിക്കും, അത് കേൾക്കാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെന്നറിയാം. നമ്മുടെ പോർട്ടിന്റെ കോഡ് മാറിയിട്ടുണ്ട്, അതിനാൽ പേര് മാറും എന്ന പ്രതീക്ഷയിൽ നിലവിലെ പേരായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രത്തിൽ നിന്നും 2 ടഗ് ബോട്ടുകളാണ് പുറത്തേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ആ ടഗിനെ ഇപ്പോൾ കാണാവുന്നതാണ്. 2 ടഗ് ബോട്ടും നമുക്ക് വളരെ ദൂരെയായിട്ട് കാണാൻ സാധിക്കും. കാരണം പോർട്ടിലേക്ക് വലിയൊരു മദർഷിപ്പ് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ആ മദർഷിപ്പിന് വേറൊരു പ്രത്യേകതയുണ്ട്. കാരണം 100ാമതായി നമ്മുടെ വിഴിഞ്ഞം സീപോർട്ടിലേക്ക് വരുന്ന ഷിപ്പാണത്. നമുക്ക് ആ ഷിപ്പിനെ കാണാം, നമുക്ക് നോക്കാം. വളരെ ദൂരെയായിട്ടാണ് ആ ഷിപ്പുള്ളത്. ഇപ്പോൾ കപ്പൽ ചാലിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമുക്ക് നോക്കാം 100ാമതായി നമ്മുടെ പോർട്ടിലേക്ക് വരുന്ന ആ വലിയ മദർഷിപ്പ് ഏതാണെന്ന്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് ഷിപ്പിനെ കുറച്ചുകൂടി അടുത്ത് കാണാവുന്നതോടൊപ്പം 3 ടഗ് ബോട്ടാണ് ഷിപ്പിന്റെ ചുറ്റുമുള്ളത്. ആദ്യമായി പോയത് നമ്മുടെ പോർട്ടിലെ പൈലറ്റിനെ കൊണ്ടുപോയ ടഗ്, പിന്നെ തൊട്ടു മുന്നേ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ 2 ടഗ് ബോട്ട്. അങ്ങനെ 3 ടഗ് ബോട്ടാണ്. നമ്മുടെ MSC മിഷേല എന്നും വായിക്കാൻ, മിഖേല എന്നും വായിക്കാം. ഒരു ഇറ്റാലിയൻ നെയിമാണ് മിഷേല എന്നുള്ളത്. തീർച്ചയായിട്ടും ഏത് പേരാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. മിഷേല എന്ന് വായിക്കുന്നവർക്ക് വായിക്കാം, മിഖേല എന്ന് വായിക്കാം. MSC മിഷേല അല്ലെങ്കിൽ മിഖേല എന്ന് പറയുന്ന കപ്പൽ 100ാമതായി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വളരെ ഫാസ്റ്റായിട്ട് ഷിപ്പ് നീങ്ങുന്ന കാണാൻ സാധിക്കും. ഷിപ്പിന്റെ കറണ്ട് ഡ്രാഫ്റ്റ് ഇപ്പോൾ 12.5 മീറ്റർ ആണ്. അതിനാൽ നമുക്ക് ബൾബസ് ബോയുടെ കുറച്ച് ഭാഗം മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഈ കുറച്ചു ഭാഗം എന്ന് പറയാൻ കാരണം ഷിപ്പിന്റെ മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 16 മീറ്റർ ആണ്. അതിൽ 12.5 മീറ്റർ ഡ്രാഫ്റ്റിലാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ബൾബസ് ബോ കുറച്ച് കാണാവുന്നതോടൊപ്പം തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന MSC മിഖേലയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ പോർട്ടിലേക്ക് 100ാമത്തെ കപ്പൽ കടന്നു വരുന്ന വളരെ സന്തോഷം നിറഞ്ഞ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ കാലയളവിൽ 100ാമത്തെ കപ്പല് വരവേക്കുന്ന വിഴിഞ്ഞം പോർട്ട്, അതായത് ഇന്നൊരു ക്രിസ്മസ് ആണ്. ക്രിസ്മസ് ദിനത്തിൽ തന്നെ 100ാമതായി കപ്പൽ വിഴിഞ്ഞം പോർട്ടിൽ അടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഷിപ്പിന്റെ ആങ്കർ നമുക്ക് കാണുന്നതോടൊപ്പം ഷിപ്പിന്റെ നാവും വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഏറ്റവും മുന്നിലായിട്ട് നമ്മൾ പലപ്പോഴായിട്ട് പറയുന്ന പോലെ ഷിപ്പിന്റെ ഫോർമാസ്റ്റ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ബ്രിഡ്ജ് പോർഷനിൽ നിന്ന് മാത്രമല്ല, ഷിപ്പിന്റെ ഏത് പോർഷനിൽ നിന്നാലും വളരെ വ്യക്തമായിട്ട് ഈ ഫോർമാസ്റ്റിനെ കാണാവുന്നതാണ്. പല കണക്ഷൻ എക്യുപ്മെന്റ്സും ഫോർമാസ്റ്റിലുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ധാരാളം കണ്ടെയ്നറാണ് നിരനിരയായി അടുക്കി വെച്ചിട്ടുള്ളത്. 12.5 മീറ്റർ ഡ്രാഫ്റ്റിലാണ് ഷിപ്പ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ എന്ന് നമുക്ക് എപ്പോഴും പറയാവുന്ന പോലെ ബ്രിഡ്ജ് പോർഷനാണ് കാണുന്നത്. ബ്രിഡ്ജ് വിങ്ങും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ബ്രിഡ്ജ് വിങ്ങിന്റെ മുകളിലായിട്ട് നമുക്ക് വീൽ ഹൗസ് ആണ് കാണാൻ സാധിക്കുന്നത്. വീൽ ഹൗസിന്റെ തൊട്ട് മുകളിലായിട്ട് മങ്കി ഐലൻഡ് കാണാൻ സാധിക്കും. മങ്കി ഐലൻഡോട് ചേർന്നിട്ടാണ് നാവിഗേഷൻ എക്യുപ്മെന്റ്സ്, റഡാർ, സിഗ്നൽ മാസ്റ്റ് എന്നീ എക്യുപ്മെന്റ്സും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, പാറിപ്പറക്കുന്ന ഇന്ത്യൻ ഫ്ലാഗും നമുക്ക് കാണാവുന്നതാണ്. പല എക്യുപ്മെന്റ്സും ഇപ്പോൾ റണ്ണിങ്ങിലാണ് നിലവിൽ. കാരണം ഷിപ്പ് ഇപ്പോൾ മൂവിങ്ങിലാണ്. IMO നമ്പർ വളരെ വ്യക്തമായിട്ട് കാണുന്നതോടൊപ്പം ഇനി നമുക്ക് ഷിപ്പിന്റെ ഡീറ്റെയിലേക്ക് പോകാം. ഷിപ്പിന്റെ ഓവറോൾ ലെന്ത് 299.87 മീറ്റർ ആണ്. ഓവറോൾ ലെന്ത് 48.2 മീറ്റർ ആണ്. ഷിപ്പിന്റെ ബീം എന്ന് പറയുന്നത് 24.8 മീറ്റർ ആണ്. ഷിപ്പിന്റെ ഡെപ്ത് 16 മീറ്റർ ആണ്. ഷിപ്പിന്റെ ഡ്രാഫ്റ്റ്, നിലവിലെ ഡ്രാഫ്റ്റ് 12.5 മീറ്ററിലാണ് ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 22 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഷിപ്പിന് 9400 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉൾക്കൊള്ളാൻ സാധിക്കുന്നതോടൊപ്പം 1400 റീഫർ കണ്ടെയ്നറും ഷിപ്പിന് ഉൾക്കൊള്ളാനായി സാധിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഷിപ്പിനെ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ ഒന്ന് സ്കാൻ ചെയ്യുകയാണ്. കാരണം
വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഈ കാണുന്ന ഭാഗത്ത് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ അത് എക്സ്കവേറ്റർ ആയിരിക്കാം, ടാങ്കർ ആയിരിക്കാം, പല മെറ്റീരിയലും ഈ പറയുന്ന 40 ഫീറ്റ് കണ്ടെയ്നർ രൂപത്തിൽ ഷിപ്പിൽ വരാറുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ഭാഗത്തിരുന്ന് കണ്ടിട്ടുമുണ്ട്. അങ്ങനെ ഒരു കണ്ടെയ്നർ ഉണ്ടോ എന്നാണ് ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിന്നും ഏറ്റവും ബേക്കിലെ പോർഷനിൽ എത്തിയിരിക്കുന്നു. നമ്മൾ നോക്കുന്നത് ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ നമുക്കത് കാണാം. അതൊരു വ്യത്യസ്ത തന്നെയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് 20 ഫീറ്റും 40 ഫീറ്റും നമ്മൾ ഈ കാണുന്ന പോലെ നോർമൽ കണ്ടെയ്നർ ആണെങ്കിൽ വ്യത്യസ്തമായ കണ്ടെയ്നറുമായിട്ട് ധാരാളം ഷിപ്പാണ് വിഴിഞ്ഞം പോർട്ടിൽ വന്നു പോയിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ കണ്ട കണ്ടെയ്നറുകൾ യാർഡ് പോർഷനിൽ ഇരിക്കുന്നതും നമ്മൾ പോർട്ടിൻ്റെ അപ്ഡേഷൻ വീഡിയോ ചെയ്ത സമയത്ത് കണ്ടിട്ടുമുണ്ട്. ആ പറയുന്ന കണ്ടെയ്നറുകൾ ഷിപ്പിൽ കയറ്റി പോകുന്നതും നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോയിൽ കണ്ടുള്ളതാണ്. അങ്ങനെ ഒരു കണ്ടെയ്നർ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഷിപ്പിൻ്റെ ഏറ്റവും പുറകിലെ ഏറ്റവും ബാക്കിലെ പോർഷൻ എത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു കണ്ടെയ്നർ നമുക്ക് കാണാൻ സാധിച്ചില്ല. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ഗംഭീരമായി അല്ലെങ്കിൽ വളരെ മനോഹരമായി നമ്മുടെ പോർട്ടിലേക്ക് കടന്നു പോകുന്ന കപ്പലിനെ കൺട്രോൾ ചെയ്ത്, അതായത് ഹെവി റോപ്പ് ടൈ ചെയ്ത് കൊണ്ടുപോകുന്ന ഈ ടെക് ബോട്ട് ആവട്ടെ ഡോൾഫിൻ 27 എന്ന് പറയുന്ന ടെക് ബോട്ടാണ് ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഷിപ്പിൻ്റെ സൈഡിലൂടെ കാണാൻ സാധിക്കുന്നത്. ഒരു ടെക് ബോട്ട് മുന്നിലും 2 ടെക് ബോട്ട് പിന്നിലുമായിട്ടാണ് ഇപ്പോൾ നിലവിൽ കപ്പൽ പോർട്ടിനകത്ത് ഈ ടെക് ബോട്ടിൻ്റെ കൺട്രോളിൽ പോവുകയാണെങ്കിലും ഇപ്പോൾ കപ്പൽ ഉള്ളത് നമ്മുടെ പോർട്ടിലെ പൈലറ്റായ മിസ്റ്റർ തുഷാർ. അദ്ദേഹമാണ് കപ്പൽ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് തൊട്ട് ബാക്കിലെ പോകുന്ന ടഗിനെ നമുക്ക് നോക്കാം. ഇത് ഡോൾഫിൻ 28 ആണ്. 28ഉം 29ഉം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അങ്ങനെ 3 ടെക് ബോട്ടിൻ്റെ കൺട്രോളിൽ വളരെ വലിയൊരു ഷിപ്പായ MSC മിഖേല എന്ന് പറയുന്ന ഷിപ്പ് പോർട്ടിനകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം പോർട്ടിൽ വന്നതിൽ വെച്ച് 100ാമത്തെ കപ്പൽ എന്ന് പറയുന്ന ഒരു ഭാഗ്യം ലഭിച്ച കപ്പൽ എന്ന് തന്നെ പറയാം. ആദ്യമായി വന്ന കപ്പൽ സാൻ ഫെർണാണ്ടോ, അതും ഏകദേശം 299 മീറ്റർ നീളമുള്ള ഷിപ്പ് തന്നെയാണ് സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ഷിപ്പ്. അതുപോലെ തന്നെ 100ാമത്തെ ഷിപ്പും 299 മീറ്റർ നീളമുള്ള ഷിപ്പ് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൈഫ് ബോട്ടാണ്. എമർജൻസി ഘട്ടങ്ങളിൽ ഷിപ്പിൽ ഉപയോഗിക്കുന്ന ഈ ഒരു പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മുടെ ഈ ബ്രിഡ്ജിൻ്റെ, അതായത് നമ്മുടെ ഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷനായ ബ്രിഡ്ജ് പോർഷൻ്റെ സൈഡിലായിട്ടാണ് ലൈഫ് ബോട്ടുള്ളത്. അത് നമ്മൾ പല ഷിപ്പിലായിട്ട് കണ്ടതാണ്. അത് ഈ ഷിപ്പിൽ ഏതാണെന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കിയതാണ്. ധാരാളം കണ്ടെയ്നറുകൾ നിരയായി നിരത്തി വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കുറച്ചുകൂടി സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷിപ്പ് വളരെ മനോഹരമായി നമ്മുടെ പോർട്ടിലോട്ട് കയറുന്ന ആ ദൃശ്യം കാണാൻ സാധിക്കും. വളരെ തെളിഞ്ഞ കാലാവസ്ഥയായതിനാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഷിപ്പിൻ്റെ ബ്രിഡ്ജ് പോലെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഷിപ്പിൻ്റെ ഫണൽ എന്ന് പറയുന്നത്. അതായത് എഞ്ചിൻ്റെ SS പോർഷനായിട്ട് കണക്ട് ചെയ്യുന്ന പോർഷനാണ്. ഇപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഷിപ്പിൻ്റെ ഫണലിൻ്റെ ഡിസ്റ്റൻസ്. അതായത് ഫണലും കണ്ടെയ്നറും തമ്മിൽ ഏകദേശം ഒരു 10 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും കാണുമായിരിക്കാം. നിലവിൽ ഈ ഫണലിൽ നിന്നും പുക ഉയർന്നു പൊങ്ങുന്നതും നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. വളരെ തെളിഞ്ഞ കാലാവസ്ഥയായതിനാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഷിപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാനുള്ളത്. അതായത് തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെ തന്നെയാണ്. എന്നാലും നമുക്ക് ഈ പോർഷൻസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന പ്ലേസ് തന്നെയാണ്. സ്ഥിരമായി നമ്മളിരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പ്ലേസ് തന്നെയാണുള്ളത്. ഷിപ്പ് ഇപ്പോൾ വളരെ സാവധാനം നമ്മുടെ പോർട്ടിനകത്തേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ ഉള്ളിലേക്ക് ഷിപ്പ് കടന്നിരിക്കുന്നുവെന്ന്. അതായത് ഫസ്റ്റ് ഫേസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട 2960 മീറ്ററും ബ്രേക്ക് വാട്ടർ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മദ്രാസ് IIT നൽകി കഴിഞ്ഞിട്ടുമുണ്ട്. ഇനി വളരെ കുറച്ച് വർക്ക് എന്ന് പറയുമ്പോൾ നിലവിൽ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സെൻട്രലിലൂടെയുള്ള 10 മീറ്റർ റോഡും ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രൊട്ടക്ഷൻ വാളും വളരെ കുറച്ച് പോർഷൻ മാത്രമാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതിപ്പോൾ ഈ ഷിപ്പ് വരുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ് കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരാഴ്ച മുന്നേ ഞാൻ പോർട്ടിൻ്റെ അപ്ഡേഷൻ എടുത്തപ്പോൾ വളരെ കുറച്ച് തന്നെയായിരുന്നത്. നമ്മളെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇപ്പോൾ ആ വർക്കും കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് ബ്രേക്ക് വാട്ടറിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. സെക്കൻഡും തേർഡും ഫോർത്തും ഫേസുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ 2028 നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഫുൾ വർക്കും കംപ്ലീറ്റ് ആവും എന്ന പ്രതീക്ഷ തന്നെയുള്ളത്. ഇപ്പോൾ നിലവിൽ ബെർത്തിൻ്റെ പോർഷനാണെങ്കിൽ 800 മീറ്ററാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം.
ഫസ്റ്റ് ഫേസിൽ 800 മീറ്ററാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ബ്രേക്ക് വാട്ടർ 2960 മീറ്റർ 800 മീറ്റർ ബെർത്തിനോട് ചേർന്നുള്ള യാർഡ് പോർഷനും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം കുറച്ച് ദിവസം മുന്നേ അല്ലെങ്കിൽ 1-2 മാസം മുന്നേ തന്നെ യാർഡ് പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് ആ പോർഷൻ കണ്ടെയ്നറുകൾ നിരനിരയായി നിർത്തിയിരിക്കുന്ന വീഡിയോ വളരെ വ്യക്തമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലേക്കാണ് ഷിപ്പിനെ കണ്ടുപോകുന്നത്. ഈ ഭാഗത്തു നിന്നാണ് ഷിപ്പ് തിരിയുന്നത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. എല്ലാ ഷിപ്പും ഈ ഭാഗത്തു നിന്നാണ് തിരിയുന്നത്. അത് എങ്ങനെ വേണോ തിരിയാം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും നേരെ ചെന്ന് ബെർത്തും രാത്രിയോ പകലോ എപ്പോൾ വേണോ ഷിപ്പുകൾക്ക് വരാൻ പറ്റുന്ന രീതിയിൽ ആഴക്കടൽ പോർട്ടാണ് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്. ഇപ്പോൾ ഷിപ്പിൻ്റെ ബ്രിഡ്ജ് പോർഷൻ്റെ ഏറ്റവും ബേക്കിലെ പോർഷൻ, അതായത് തൊട്ട് മുന്നിലെ നമ്മൾ ഈ കണ്ട വീൽ ഹൗസ്, ഗ്ലാസ് പോർഷനൊക്കെ വീൽ ഹൗസ് ആണെങ്കിൽ ഇപ്പോൾ കണക്ഷൻ എക്യുപ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് നാവിഗേഷൻ റഡാറും സിഗ്നൽ മാസ്റ്റും ഉൾപ്പെടെയുള്ള പോർഷൻസ് നമുക്ക് ഈ ഭാഗത്തു നിന്നാലും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഷിപ്പിൻ്റെ കറണ്ട് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 12.5 മീറ്ററാണ്. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ ഇതുവരെ വന്നതിൽ വെച്ച് ആദ്യമായി നമുക്ക് ഈ ഡ്രാഫ്റ്റ് പറയുമ്പോൾ ആദ്യമായി ഓർമ്മ വരുന്ന ഷിപ്പ് MSC ഖൈലിയാണ്. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ട് 16.5 മീറ്റർ ഡ്രാഫ്റ്റോടെ ആദ്യമായിട്ട് വിഴിഞ്ഞം പോർട്ടിനൊരു പൊൻതൂവൽ നൽകിയ ആദ്യ ഷിപ്പ് MSC ഖൈലി. അതിനുശേഷം സൗത്ത് ഏഷ്യയിലെ ഒരു പോർട്ടിലും ഇതുവരെ കയറാൻ സാധിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ കയറിയിട്ടില്ലാത്ത അല്ലെങ്കിൽ ഷെഡ്യൂൾ ലിസ്റ്റിൽ ഇല്ലാത്തൊരു കപ്പൽ MSC ക്ലൗഡ് ജെറാഡറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം MSC ക്ലൗഡ് ജെറാഡിനെ. ആ കപ്പൽ 16.7 മീറ്ററോടെ നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് തന്നെയാണ് ഷിപ്പ് പോർട്ടിനകത്തോട്ട് പ്രവേശിച്ചത്. അപ്പോൾ ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് 16.7 മീറ്റർ ആയിരുന്നു. ഈ ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് 12.5 മീറ്ററാണ് നിലവിൽ. അപ്പോൾ വളരെ അനായാസേന ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുന്ന കാണാൻ സാധിക്കും. ഈ ഷിപ്പിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പോർട്ടിൽ വന്നതിൽ വെച്ച് 100ാമത്തെ ഷിപ്പാണ്. നമ്മൾ ഒരിക്കലും അതുപോലെ തന്നെ മറക്കാൻ പറ്റാത്ത ഷിപ്പുകളിലൊന്നാണ് സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ട്രയൽ 2 ഭാഗമായിട്ട് വന്ന ആദ്യ ഷിപ്പ് സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ഷിപ്പ്. ആ ഷിപ്പിനെയും നമ്മൾ മറക്കില്ല. രണ്ടാമതായി നമുക്ക് ഓർമ്മ വരുന്ന ഷിപ്പ് ട്രയൽ 2 ഭാഗമായിട്ട് ആദ്യമായി വന്ന ഷിപ്പ് സാൻ ഫെർണാണ്ടോ ആണെങ്കിൽ ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ട് ആദ്യമായി വന്ന ഷിപ്പ് മരിയൻ അസൂർ. ആ ഷിപ്പിനെ നമുക്ക് മറക്കില്ല. അടുത്തതായി നമുക്ക് ഓർമ്മ വരും, ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ MSC ഖൈലി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് വലിയൊരു ഡ്രാഫ്റ്റോടെ 16.5 മീറ്റർ ഡ്രാഫ്റ്റോടെ വന്ന ഷിപ്പ് MSC ഖൈലി. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MSC ക്ലൗഡ് ജെറാഡറ്റ്. ഇതുപോലുള്ള ഷിപ്പുകളെ നമ്മൾ വിഴിഞ്ഞം പോർട്ടിനെ ഓർക്കുമ്പോഴെല്ലാം ഈ ഷിപ്പിനെയും ഓർമ്മ വരും. അതുമാത്രമല്ല ചിലപ്പോഴൊക്കെ SSCയുടെയും PSCയുടെയും ചോദ്യ പേപ്പറിൽ ഈ ഷിപ്പുകൾ കാണാൻ സാധിക്കും. 100ാമതൊന്ന് ഷിപ്പും ആദ്യ ഷിപ്പും 50ാമത് ഷിപ്പും ഏറ്റവും വലിയ ഡ്രാഫ്റ്റോടെ ആദ്യമായി വന്ന ഷിപ്പൊക്കെ ചോദിച്ചേക്കാം, ഉറപ്പാണ്. കാരണം മത്സര പരീക്ഷകൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ധാരാളം വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് ഇനിയും വരും. അതിനാൽ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഈ പോയിന്റുകൾ നോട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡോൾഫിൻ 26 എന്ന് പറയുന്ന ടഗ് ഇപ്പോൾ നിലവിൽ ചെറിയൊരു പുഷ് കൊടുക്കുകയാണ്. ഷിപ്പിനെ നിലവിൽ ബ്രേക്ക് വാട്ടറിൻ്റെ ഭാഗത്തേക്ക് ചേർക്കുന്നതിനാണ്. അങ്ങനെ ചെയ്യുന്നത് പലപ്പോഴായിട്ടും ഇങ്ങനെ തന്നെയാണ് പല ഷിപ്പുകളും തിരിഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ പലപ്പോഴായിട്ടും നമുക്ക് വളരെ വ്യക്തമായിട്ട് വളരെ ക്ലാരിറ്റിയോടെ വീഡിയോ എടുക്കാൻ സാധിക്കാത്ത ചിലപ്പോൾ ഒരു മൂടൽ മഞ്ഞുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇന്നതില്ല. ഇപ്പോൾ നമുക്ക് ടഗ് ബോട്ടിൻ്റെ പ്രഷർ, നമുക്ക് ബാക്കിലുള്ള വെള്ളത്തിൻ്റെ പ്രഷർ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. വലിയൊരു പ്രഷർ കൊടുത്താണ് ടഗ് ബോട്ട് മുന്നോട്ട് പുഷ് ചെയ്യുന്നത്. നമ്മൾ ഈ ടഗ് ബോട്ട് ആവട്ടെ ഏകദേശം 13-14 മീറ്ററാണ് നീളമുള്ള ഷിപ്പാണ്, ടഗാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ വലിയൊരു മദർഷിപ്പിൻ്റെ മുന്നിൽ വളരെ ചെറിയ ടഗ് ബോട്ട് ആണെങ്കിലും ഈ ടഗ് ബോട്ടുകളുടെ ഹെവി പ്രഷറും പുഷും പുള്ളും കൊണ്ട് തന്നെയാണ് ഷിപ്പ് പൂർണ്ണമായിട്ടും തിരിഞ്ഞു വരുന്നതോടൊപ്പം നമ്മുടെ പോർട്ടിലെ പൈലറ്റായ മിസ്റ്റർ തുഷാർ അദ്ദേഹത്തിൻ്റെ കൺട്രോളുമുണ്ട്. അങ്ങനെ 3 സൈഡിലെ ടഗിനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. 3 ടഗ് ബോട്ടിലും ഹെവി റോപ്പ് ടൈ ചെയ്തതും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. സൈഡിലെ ടഗ് ബോട്ട് പുഷ് ചെയ്യുമ്പോൾ ഈ ടഗ് ബോട്ട് ആവട്ടെ ഹെവി റോപ്പ് ഉപയോഗിച്ച് പുള്ളി ചെയ്യുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഡോൾഫിൻ 28 എന്നാണ് തോന്നുന്നത്, 29 ആണ്. അങ്ങനെ 3 ടഗ് ബോട്ടുകളുണ്ട്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ബെർത്തിൽ നിന്നുള്ള വിഷയമാണ് നമ്മളിപ്പോൾ കാണുന്നത്. തൊട്ട് മുന്നേ കണ്ടതുപോലെ ബെർത്തിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോൾഫിൻ 29 ഇപ്പോൾ ഹെവി റോപ്പ്
ടൈറ്റാക്കിയിരിക്കുന്നു, അതോ ഷിപ്പിനെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലേക്ക് പുള്ളി നീക്കുന്നതിന് വേണ്ടിയാണ് ടൈറ്റ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ഒരു ഷിപ്പ് ഈ പറയുന്ന ടഗ് പുള്ളി ചെയ്യുകയും മറ്റൊരു ടഗ് പുഷ് ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം നിലവിൽ ഷിപ്പ് നമ്മുടെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതായിരിക്കും. ഏറ്റവും മുന്നിൽ കാണുന്ന ടഗ് ഇപ്പോൾ നിലവിൽ ചെറിയൊരു പുഷ് കൊടുക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇങ്ങനെ 3 ടഗ് ബോട്ടുകളുടെയും പോർട്ടിലെ പൈലറ്റിനെ കൺട്രോളിലായി ഷിപ്പിനെ പൂർണ്ണമായിട്ടും തിരിക്കുന്ന വളരെ മനോഹരമായ കാഴ്ച ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇത് ഡോൾഫിൻ 27 എന്ന് പറയുന്ന ടഗാണ്. നമ്മുടെ പോർട്ടിൽ നിലവിലുള്ളത് ഡോൾഫിൻ സീരീസിലെ ഡോൾഫിൻ 26, 27, 28, 29 ഇങ്ങനെ 4 ടഗ് ബോട്ടാണ് നിലവിലുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 3 ടഗ് ബോട്ടാണ്. മാത്രമല്ല നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഷിപ്പിന് 25ഓളം ക്രൂ മെമ്പേഴ്സാണുള്ളത്. അത് ഫിലിപ്പിനോ, ഇന്ത്യൻ, പാകിസ്ഥാൻ, റഷ്യ ഇങ്ങനെ 4 രാജ്യത്തിലുള്ള 25ഓളം ക്രൂ മെമ്പേഴ്സാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഷിപ്പിനുള്ളത്. ഷിപ്പിൻ്റെ എഞ്ചിൻ പവർ എന്ന് പറയുന്നത് കിലോ വാട്ടിലാണെങ്കിൽ 52,290 കിലോ വാട്ടുള്ള ഷിപ്പാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതുപോലുള്ള ധാരാളം ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിൽ വന്ന് ബർത്ത് ചെയ്ത് പോയിട്ടുള്ളത്. ഞാനിപ്പോൾ എഞ്ചിൻ പവർ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇതിലും വലിയ എഞ്ചിൻ പവറുള്ള MSC ക്ലൗഡ് ജെറേറ്റ്, MSC ഖയാലി, MSC ഡൈല പറയുവാണെങ്കിൽ ധാരാളം ഷിപ്പുകളുണ്ട് നമ്മുടെ കയ്യിൽ. ഇതുവരെ വന്നു പോയതിൽ വെച്ച് ധാരാളം ഷിപ്പുകളുണ്ട്. അതുപോലുള്ള ഒരു ഷിപ്പ് തന്നെയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നതും MSCയുടെ ഷിപ്പ്. ഞാൻ പലപ്പോഴായിട്ട് MSC എന്ന് പറയുമ്പോൾ ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയാണ് MSC എന്ന ഷോർട്ട് നെയിമിൽ ഷിപ്പിൽ ഈ പറയുന്ന പ്രിൻ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് കളർ നെയിം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഷിപ്പിംഗ് കമ്പനിയാണ് വിഴിഞ്ഞം പോർട്ടിൽ വന്നിട്ടുള്ളത്. ആ കമ്പനിയുടെ ഷിപ്പുകളാണ് ധാരാളമായി വിഴിഞ്ഞം പോർട്ടിൽ വരുന്നത് തന്നെ. ഇനി അടുത്ത മാസം മുതൽ, അതായത് അല്ലെങ്കിൽ അടുത്ത വർഷം മുതൽ 2025ഓടുകൂടെ അൾട്രാ ലാർജ് വെസൽ ഉൾപ്പെടെ വിഴിഞ്ഞം പോർട്ടിൽ ഒരാഴ്ചയിൽ 1 വെസൽ എന്ന ഗതിക്കാണ് അവരുടെ പല ചാർട്ടുകളും, അതായത് ജെയിൻ സർവീസ് ഉൾപ്പെടെ ജൂട്ട് സർവീസ് ഉൾപ്പെടെ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ യൂറോപ്പും ഏഷ്യയും നിലവിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഈസ്റ്റ് വെസ്റ്റ് സിൽക്ക് റൂട്ടിൽ നിലവിൽ ഈ പറയുന്ന ആഫ്രിക്കൻ റീജിയനിൽ കയറാതെ തന്നെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ഒരു പോർട്ടിലും കയറാമത്ത ഷിപ്പും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്കാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും നമുക്ക് 2025ഓടുകൂടെ 2025ൻ്റെ ആദ്യത്തോടുകൂടി തന്നെ നമുക്ക് കാണാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ, അതായത് വിഴിഞ്ഞം പോർട്ട് തീർച്ചയായിട്ടും വളർന്നുകൊണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ കപ്പലിലുള്ള കണ്ടെയ്നറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലുള്ള ധാരാളം കണ്ടെയ്നറാണ് വിഴിഞ്ഞം പോർട്ടുള്ള. ധാരാളം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം നമുക്കൊരു കണക്ക് പറയുകയാണെങ്കിൽ ഏതായാലും 2 ലക്ഷത്തിനടുത്ത് TEU കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്തി കാണും വിഴിഞ്ഞം പോർട്ട് എന്നുള്ള കാര്യം സംശയമില്ല. ജനുവരിയോടുകൂടി നമുക്ക് ഈ പറയുന്ന ഗേറ്റ് വേ കണ്ടെയ്നേഴ്സ് ഓപ്പൺ ആകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനാൽ നമ്മുടെ ഈ പറയുന്ന കണക്ഷൻ റോഡിൻ്റെ, അതായത് കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള റോഡിൻ്റെ വർക്ക് തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ടാണ് ഓരോ വർക്കും നടക്കും തന്നെ. കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടുള്ളതാണ്. ഇപ്പോൾ കണക്ടിവിറ്റിയുടെ 1700 മീറ്ററാണ് കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് റോഡ് പൂർണ്ണമായിട്ടുള്ള, അതായത് നമ്മുടെ പോർട്ടിൻ്റെ മെയിൻ ഗേറ്റ്, നമ്മുടെ ഈ റോഡിൻ്റെ സൈഡിൽ കാണുന്ന ഗേറ്റില്ല, ഉള്ളിലുള്ളൊരു മെയിൻ ഗേറ്റ് ഉണ്ട്. അത് മുതൽ നമ്മുടെ NH 66 വരെ ഏകദേശം 1700 മീറ്ററാണുള്ളത്. അതിൽ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഏകദേശം എന്ന് പറയുമ്പോൾ കറക്റ്റ് കുറച്ചുകൂടി വർക്ക് പൂർത്തിയായാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇത് പണ്ടത്തെ ഒരു വയൽ അല്ലെങ്കിൽ കണ്ടൽ പ്ലേസ് എന്നൊക്കെ നമുക്ക് പറയാം. കണ്ടൽ എന്ന് പറയാൻ പറ്റില്ല, ചതുപ്പ് നിലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ധാരാളം വെള്ളക്കെട്ടുകളുള്ള പ്ലേസ്, അത് നമുക്ക് പലപ്പോഴായിട്ട് അറിയാവുന്നതാണ്. ആ പ്ലേസിലാണ് ഈ വർക്ക് നടക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കുളമായിട്ട് കിടക്കുന്ന പ്ലേസിലെല്ലാം 2 വലിയ ബ്രിഡ്ജ് നേരത്തെ തന്നെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന ബ്രിഡ്ജിൻ്റെ വർക്കല്ല ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ആ ചെയ്യുന്ന നിലവിൽ അവിടെയുള്ള ചെളിയെല്ലാം അല്ലെങ്കിൽ ഈ പറയുന്ന മണ്ണെല്ലാം കോരി മാറ്റി പൂർണ്ണമായിട്ടും ഉറപ്പ് വരുന്ന തറ എത്തുന്നത് വരെ എനിക്ക് തോന്നുന്നു നമ്മൾ ആ പറഞ്ഞ അപ്ഡേഷൻ തന്നെ തീർച്ചയായിട്ടും കണ്ടുണ്ടായിരിക്കും. ഏകദേശം 6-7 മീറ്ററോളം അല്ലെങ്കിൽ ഒരു 7-8 മീറ്ററോളം തന്നെ പൂർണ്ണമായിട്ടും, അടിയല്ല മീറ്ററാണ്, മീറ്ററോളം മണ്ണെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ പറയുന്ന ഡ്രഡ്ജിങ്, അതായത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ ഡ്രഡ്ജിങ് നടക്കുന്നുണ്ട്. പലപ്പോഴായിട്ട് ചിലവർക്ക് സംശയങ്ങളൊക്കെ ചിലപ്പോൾ തോന്നുന്നു. സംശയമല്ല, മനഃപൂർവ്വം ചോദിക്കുന്നവരും മനഃപൂർവ്വം ഈ യൂട്യൂബ് ചാനൽ ഇടുന്നവരുണ്ട്. ഇപ്പോൾ ഡ്രഡ്ജിങ് നടക്കുവാണ് വിഴിഞ്ഞം പോർട്ടിൽ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാണ് നമുക്ക് അറിഞ്ഞൂടാത്ത കൊണ്ടാണ് ഈ ഡ്രഡ്ജിങ് നടത്ത മണ്ണ് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ കണക്ടിവിറ്റി റോഡിൻ്റെ ഭാഗം നികത്തിയെടുക്കുന്നത്. ഈ ചെളി മൊത്തം കോരി മാറ്റിയതിന് ശേഷം, ആ ചെളി കോരി മാറ്റി ഉറപ്പായ പ്രതലം വന്നെന്ന് അല്ലെങ്കിൽ സർഫസ് ഏരിയ ഉറപ്പായതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഈ കാണുന്ന പോലെ ജിയോ ഗ്രിഡ്, ജിയോ ക്ലോത്ത്, ഞാൻ പലപ്പോഴായിട്ട് ജിയോ ഗ്രിഡ് എന്താണെന്നും ജിയോ ക്ലോത്ത് എന്താണെന്നും വളരെ വ്യക്തമായിട്ട്
സ്പോട്ടിൽ തന്നെ ചെന്ന് പറഞ്ഞിരുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ കണക്ടിവിറ്റി റോഡിൻ്റെ, അതായത് NH66 മുതൽ വിഴിഞ്ഞം പോർട്ട് വരെയുള്ള ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ വളരെ വ്യക്തമായി മനസ്സിലാവും. അതുപോലെ ജിയോ ക്ലോത്തും ജിയോ ഗ്രിഡും ഇട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് നികത്തിയെടുക്കണം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സർഫസ് ഏരിയ ഏറ്റവും നിരപ്പായ സ്ഥലമാണെങ്കിൽ അതിൻ്റെ നിരപ്പെന്ന് വെച്ചാൽ കട്ടിയുള്ള പ്രതലം വന്നതിന് ശേഷം സർഫസ് ഏരിയ നല്ല ഹാർഡായിട്ടുള്ള പ്ലേസ് ആണെങ്കിൽ അവിടെ നമ്മുടെ ഈ പറയുന്ന ഏറ്റവും അടിയിലായിട്ട് ജിയോ ഗ്രിഡാണ് ഇടുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന ഒരു കളം പോലത്തെ ഒരു ജിയോ ഗ്രിഡ് കണ്ടിട്ടത് ഒരു ബ്ലാക്ക് കളറിലാണ് ഉണ്ടായിരുന്നത്. അത് പിന്നെ ഫില്ല് ചെയ്തതിന് ശേഷം അത് വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഈ കാണുന്ന പോലെ ഡ്രഡ്ജ് ചെയ്ത മണൽ കൊണ്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ആ മണൽ ഫില്ല് ചെയ്ത് കോമ്പാക്റ്റ് ആക്കിയത് ഹൈ പ്രഷർ മെഷീൻ ഉപയോഗിച്ച് നല്ലപോലെ കോമ്പാക്റ്റ് ആക്കി ഏകദേശം 25 സെൻറ്റിമീറ്ററാണ്, മീറ്ററല്ല 25 സെൻറ്റിമീറ്റർ മുതൽ, അല്ലെങ്കിൽ അടിയല്ല 25 സെൻറ്റിമീറ്റർ മുതൽ 30 സെൻറ്റിമീറ്റർ വരെ കോമ്പാക്റ്റ് ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ജിയോ ക്ലോത്ത് വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ 25 സെൻറ്റിമീറ്റർ മണ്ണിട്ട് ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണ്ണിട്ട് അങ്ങനെ ഓരോ പോർഷൻ, അതായത് ജിയോ ക്ലോത്ത് തന്നെ 3-4 ഐറ്റം ഉണ്ട്. അങ്ങനെ ഓരോ സൈഡ് മണ്ണിട്ട് ചെയ്തതിന് ശേഷം അതായത് സൈഡ് വാളിന് പകരം പാനലാണ് കൊടുത്തിട്ടുള്ളത്. പാനൽ നിലവിൽ നമ്മൾ നോക്കിയപ്പോൾ പാനലിൻ്റെ സ്ലാബിൽ ഓരോ പാനൽ സ്ലാബിൽ ഏകദേശം 6-12 ഹുക്കുകൾ, അതായത് ഏറ്റവും മുകളിൽ 6 ഹുക്ക് 3 വെച്ചാണ് 2 സെറ്റ് ഉള്ളത്. ഒരു സൈഡിൽ 3, ഒരു സൈഡിൽ 3, 6, ഏറ്റവും താഴെ 6, അങ്ങനെ 12 ഹൂക്കുണ്ട്. ഈ 12 ഹൂക്കും ഓരോ ഘട്ടമാകുമ്പോഴത്തേക്കും ആ 12 ഹൂക്കിലും നമ്മുടെ ജിയോ ഗ്രിഡ് ഇട്ട് ടൈ ചെയ്തതിന് ശേഷം അത് ചെറിയൊരു ഈ ടെൻഷനിൽ അത് കുറച്ച് വലിച്ച് ഇതിനകത്തോട്ട് തന്നെ റോഡിനകത്തോട്ട് തന്നെ പ്രസ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ നിലവിൽ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മണ്ണിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പാനലിങ് കുറച്ച് നല്ല ടൈറ്റായിട്ട് തന്നെ വരും. അതുമാത്രമല്ല ഒരു കാരണവശാലും എത്ര ഹെവി ലോഡ് പോയാലും കൊണ്ട് മണ്ണ് കൊണ്ടിരിക്കുകയോ താഴുകയോ ചെയ്യില്ല. അങ്ങനെയുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴായിട്ട് ചിലർക്ക് സംശയം കാണും, നിലവിൽ ട്രക്ക് പോകുമ്പോൾ താഴുമോ എന്നുള്ളത്. ഒരിക്കലും താഴില്ല. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വർക്ക് അപ്ഡേഷൻ എടുത്ത് കാണിക്കുന്നത്. നമ്മളെ വീഡിയോ കാണുന്നവർ പലരും സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, പല ആൾക്കാരുമുണ്ട്. ഈ വർക്കുകളെല്ലാം മോണിറ്റൈസേഷൻ ചെയ്യാൻ അത് നിലവിലിപ്പോൾ ആ സൈറ്റിൽ തന്നെ വർക്ക് എടുത്ത ഡൽഹി ബോംബെ കമ്പനിയാണെന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. കമ്പനിയുടെ പേര് എനിക്ക് മറന്നുപോയി, ഞാൻ അവരെ പരിചയപ്പെട്ടതാണ്. അതിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, എല്ലാവരും ബിടെക് കഴിഞ്ഞവർ തന്നെയാണ്. അവർ സൈറ്റിലുണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവർ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് പോകുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലും തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തല്ല അവർ വരുന്നുണ്ടെങ്കിൽ പലപ്പോഴായിട്ട് ഒരു ഹാഫ് ആൻ അവറോ 1 അവറിനകത്ത് തന്നെ അവർ ഇൻസ്ട്രക്ഷൻ നടത്തുന്നുണ്ട്. അതായത് ഇവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മുന്നോട്ട് പോകുന്നത്. എങ്ങനെയൊക്കെയാണ് വർക്ക് കോർഡിനേറ്റ് ചെയ്യുന്നത്, വളരെ ഫാസ്റ്റായിട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് പോർട്ടിൻ്റെ സൈഡിൽ നിന്നും അല്ലെങ്കിൽ അദാനിയുടെ സൈഡിൽ നിന്നും പൂർണ്ണ കൺട്രോളിൽ തന്നെയാണ് ആ വർക്ക് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞാൻ തീർച്ചയായിട്ടും ആ വീഡിയോയിൽ എടുത്ത് കാണിക്കുകയും ചെയ്തുകൊണ്ട് പോർട്ടിൻ്റെ വണ്ടി വരുന്നതും അവർ ഇൻസ്ട്രക്ഷൻ നടത്തുന്നതുമല്ല. അങ്ങനെ പൂർണ്ണമായിട്ടും കൺട്രോളിൽ വളരെ ഭംഗിയെന്ന് പറയാൻ പറ്റുക വളരെ സ്ട്രോങ്ങോടുകൂടി ചെയ്യുന്ന വർക്ക് തന്നെയാണ് നമ്മുടെ കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള 1700 മീറ്റർ റോഡിൻ്റെ വർക്കുകൾ. തീർച്ചയായിട്ടും നമുക്ക് കണ്ടെയ്നർ കൊണ്ടുപോകുന്ന റോഡാണെന്ന് ബോധ്യത്തോടെ തന്നെയാണ് കോൺട്രാക്ടർ വർക്ക് നടത്തുന്നത്. അതിനാൽ ഒരു ലോറി പോലും അതിൽ താഴ്ന്നു പോകില്ല. വളരെ ഫാസ്റ്റായിട്ടാണ് വർക്ക് നടന്നു പോകുന്നത്. ഡേ നൈറ്റൊക്കെ വർക്ക് നിലവിലുണ്ട്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് അതുവഴിയാണ് പോയത്. പക്ഷേ തീർച്ചയായിട്ടും നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഒരാഴ്ചയിൽ ഒരു വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് പറ്റില്ലെന്ന് എനിക്ക് തോന്നി. കാരണം ഇനി ആഴ്ചയിൽ 1-2 വീഡിയോ ഇടേണ്ടി വരും. വലിയ മാറ്റമാണ്. കാരണം വീഡിയോ ഇട്ടിട്ട് 3-4 ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ആ സ്ഥലത്തെല്ലാം മണ്ണ് മാറി പുതിയ വർക്കുകളെല്ലാം സ്റ്റാർട്ടായി കഴിഞ്ഞു. വലിയ മാറ്റത്തോടെ തന്നെയാണ് നമ്മുടെ കണക്ടിവിറ്റി റോഡുകളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്രയും പറയുമ്പോൾ തന്നെ MSCയുടെ ഷിപ്പ് ഇപ്പോൾ പകുതിയോളം തിരിഞ്ഞു വന്നിരിക്കുന്ന വളരെ മനോഹരമായ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് വളരെ ഫാസ്റ്റ് റോഡ് ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ആവുന്നതോടൊപ്പം ആ റോഡ് കംപ്ലീറ്റ് ആവും. പിന്നെ റെയിൽ കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ബാലരാപുരം, എനിക്ക് തോന്നുന്നു ബാലരാപുരം റെയിൽവേ സ്റ്റേഷനിലാണ് നിലവിൽ യാർഡ് വരുന്നത്, കണ്ടെയ്നർ യാർഡ് വരുന്നത്. കാരണം അങ്ങനെ വരാൻ കാരണം ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ഇത് ഡെവലപ്പായി വരുമ്പോൾ, അതായത് 2028 പൂർണ്ണമായിട്ടും ഈ വർക്ക് കംപ്ലീറ്റ് ആയി നല്ല രീതിയിൽ, അതായത് ഗേറ്റ് വേ കണ്ടെയ്നേഴ്സ് പൂർണ്ണമായിട്ടും ഇവിടെ കൂടി പോകുന്നത് 2028 ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അടുത്ത മാസം തന്നെ ഗേറ്റ് വേ കണ്ടെയ്നേഴ്സ് ഓപ്പൺ ആയാൽ ഗേറ്റ് വേ കണ്ടെയ്നേഴ്സ് ഓപ്പൺ ആയി പോയി. പക്ഷേ ബൾക്കായിട്ട് ധാരാളം ഷിപ്പുകൾ വരുന്നതും എനിക്ക് തോന്നുന്നു 2000 മീറ്റർ 2028 ആകുമ്പോൾ സംശയമുള്ളവർക്ക് അല്ലെങ്കിൽ ഡൗട്ട് ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നത് 2028 ആകുമ്പോൾ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത് 4000 മീറ്ററും അതിന് പാരലായിട്ട് തന്നെ ബെർത്ത് 2000 മീറ്ററും വരും. ഇപ്പോൾ നിലവിലുള്ളത് 800 മീറ്ററാണ് ബെർത്ത്. 1200 മീറ്റർ കൂടിയാണ് ഇനി ബെർത്തിൻ്റെ വർക്കുകൾ പൂർത്തിയാക്കാനുള്ളത്. അതുമാത്രമല്ല ഇപ്പോൾ നിലവിൽ 2960 മീറ്ററാണ്. 1040 മീറ്റർ കൂടിയാണ് ബ്രേക്ക് വാട്ടറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അത്രയും 2028 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
നിലവിൽ വിഴിഞ്ഞം പോർട്ടിൻ്റെ 4 സ്റ്റേജ് വർക്കും പൂർണ്ണമായിട്ടും കഴിയും. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞു പോകുന്നത്. അങ്ങനെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ അടുത്തുള്ള സ്റ്റേറ്റായ തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഈ സ്റ്റേറ്റുകളെല്ലാം ധാരാളം ഫാക്ടറികളാണ് നിലവിലുള്ളതും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, നിലവിൽ അത് വണ്ടി ആയിക്കോട്ടെ, ചിലപ്പോൾ കാറായിരിക്കും, ധാരാളം മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട്. കാരണം അവിടെയൊക്കെ ധാരാളം ഇപ്പം നമ്മൾ ഈ കേരളവും അതർ സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിൽ സ്ഥലം വളരെ കുറവ് എന്ന് തന്നെ വേണമെങ്കിൽ എടുത്ത് പറയാം. കാരണം നിലവിലുള്ള സ്ഥലങ്ങളിൽ പകുതി മുക്കാലോളം ഭാഗം ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൽ അതിക്രമിച്ച് ആർക്കും കയറാൻ പാടില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം സിറ്റിയാണ്, അർബൻ ഏരിയസാണ്. നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അല്ലാത്ത കുറേ സ്ഥലങ്ങളെല്ലാം കണ്ടൽ പ്ലേസുമായിട്ടാണ് ഉള്ളത്. പക്ഷേ തമിഴ്നാടോ ആന്ധ്രയോ കർണാടകയോ അങ്ങനെയെല്ലാം കിലോമീറ്ററോളം ഇത് റോഡ് വികസനമായാലും നമുക്ക് തന്നെ അറിയാമെന്നുള്ള റോഡ് പല സ്റ്റേറ്റിലും, എല്ലാവരും പറയുന്നത് പല സ്റ്റേറ്റിലും വളരെ ഫാസ്റ്റായിട്ടാണ് റോഡ് വികസിച്ചു അല്ലെങ്കിൽ വീതി കൂട്ടി വളരെ ഫാസ്റ്റായിട്ട് പോകുന്നതിന് കാരണം അവിടെ ധാരാളം സ്ഥലങ്ങളുള്ളത് കൊണ്ടാണ്. അത് വളരെ നിസ്സാര ക്യാഷ് കൊടുത്താലും ആ സ്ഥലങ്ങൾ വിട്ടുകിട്ടും. പലരും ഫ്രീ ആയിട്ടും വിട്ടുകൊടുക്കുന്ന സ്റ്റേറ്റ് ധാരാളമായിട്ടുണ്ട്. അങ്ങനെ വളരെ വലിയ റോഡുകളോട് അവിടെ പോകുമ്പോൾ നമ്മൾ കേരളത്തിൽ ആൾക്കാർ തിങ്ങിപ്പാർത്തിയിരിക്കുന്ന സ്ഥലം മാത്രമല്ല, ഇതെല്ലാം അർബൻ സിറ്റിയായി മാറിയിരിക്കുന്നു. അതിനാൽ സെൻറ്റിന് നല്ല വിലയുണ്ട്. അപ്പോൾ ഇവിടെ റോഡ് വികസിപ്പിച്ചെടുക്കാൻ കോടിക്കണക്കിന് ക്യാഷ് ചിലവാകുന്നതുകൊണ്ട് തന്നെയായിരിക്കും ഇവിടെ കൂടുതലായിട്ട് റോഡ് മറ്റ് സ്റ്റേറ്റിനെ അപേക്ഷിച്ച് എക്സ്പ്ലോർ ചെയ്യാത്തതെന്ന്. കാരണം വീതി കൂടാത്തതിന് കാരണം. പക്ഷേ ഇപ്പോൾ നിലവിൽ NH66 വളരെ വീതിയോടുകൂടി തന്നെയാണ് വരുന്നത്. ആ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടന്നു പോകുന്നതും കണ്ടു. ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന കഴക്കൂട്ടം പ്ലേസിൽ അവിടെയാണ് കുറച്ച് വർക്ക് ലാഗായിട്ട് എനിക്ക് തോന്നി. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു, കണ്ടപ്പോൾ എനിക്ക് തോന്നി ബാക്കി കേരളത്തിലെ എല്ലാ പ്ലേസിലും വർക്ക് വളരെ ഫാസ്റ്റായിട്ട് പോകും. നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ട്, റെയിൽ കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള വർക്കും 2025 കൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അറിയാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ NH66 കണക്ഷനായി റെയിൽ കണക്ടിവിറ്റിയുടെ ഭാഗമായി കഴിഞ്ഞാൽ ധാരാളം മാനുഫാക്ചറിങ് യൂണിറ്റുകൾ പല സ്റ്റേറ്റിൽ നിന്നും അവരുടെ പ്രോഡക്റ്റുകൾ ഈ പറയുന്ന ട്രെയിൻ മാർഗമായിരിക്കും. കാരണം ട്രക്ക് ലോറികൾ കൊണ്ടുവരുന്ന ഒരു ലിമിറ്റുണ്ട്. അതിനാൽ ട്രെയിൻ മാർഗം തന്നെയായിരിക്കും ഈ പറയുന്ന ചരക്ക് നീക്കം ഏറ്റവും കൂടുതൽ നടക്കുക. അങ്ങനെ ധാരാളം ഗേറ്റ് വേ കണ്ടെയ്നേഴ്സ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരും. അതുകൊണ്ടാണ് നമ്മുടെ വരും എന്ന് എടുത്തു പറയേണ്ട കാരണം MSCയുടെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ടിലെ തന്നെ ഷിപ്പുകളെല്ലാം വിഴിഞ്ഞം പോർട്ടിലേക്ക്, അതായത് ജെയിൻ സർവീസും ജൂട്ട് സർവീസും എല്ലാം വിഴിഞ്ഞം പോർട്ടിനെ ലിങ്ക് ചെയ്യുന്നു എന്ന് ആഗോള വാർത്ത, അത് ഇൻ്റർനാഷണൽ തന്നെ ന്യൂസ് ഇറങ്ങിയ സമയത്ത് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു പോർട്ടിലും, ഇന്ത്യയിലെ ഒരു പോർട്ടിലും അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിലെ ഒരു പോർട്ടിലും കയറാത്ത ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിൽ ആഴ്ചയിൽ 1 വരും എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റിലെ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ചരക്കുകൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വഴി തന്നെയായിരിക്കും വരുന്നത്. 2-3 മാർഗ്ഗമേ ഉള്ളൂ. ഒന്ന് ട്രെയിന്, അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ചെറിയ ഫീഡർ ബസ്സിലൂടെ അടുത്തുള്ള ചെറിയ പോർട്ടിൽ ഇപ്പോൾ നിലവിലുള്ള ഈ പറയുന്ന ഇപ്പോൾ ഈ ട്രെയിൻ മാർഗ്ഗം തന്നെ വരണമെന്നില്ല. വിശാഖപട്ടണം പോർട്ടുണ്ട്, തൂത്തുക്കുടി പോർട്ടുണ്ട്, അങ്ങനെ എല്ലാ സ്റ്റേറ്റിലും ഓരോരോ ചെറിയ പോർട്ടുകളുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ട്രെയിൻ മാർഗ്ഗം വരുന്നതിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരാൻ ചാൻസ് വളരെ കൂടുതൽ ചെറിയ ഫീഡർ ബസ്സിൽ തന്നെയായിരിക്കും വരാൻ ചാൻസ് വളരെ കൂടുതൽ. പിന്നെ എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ഒന്നും വലുതായിട്ട് അറിയില്ല. എനിക്ക് ഫീഡർ ബസ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ആണോ കൂടുതൽ, ട്രെയിനിൽ വരുന്നതാണോ കൂടുതൽ, ഏതാണെന്ന് ആ കമ്പനീസ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഏത് വഴിയായാലും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് ഗേറ്റ് വേ കണ്ടെയ്നേഴ്സ് ധാരാളം വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്. ഇത് പലപ്പോഴായിട്ട് ഞാൻ ഉറക്കെ തന്നെ വിളിച്ചു പറയുന്ന കാര്യമാണ്. എന്നാലും ഞാൻ അടുത്തിടെ കണ്ട പല യൂട്യൂബ് ചാനലിലും, അതായത് വളരെ വ്യക്തമായിട്ടും വളരെ മെച്യൂരിറ്റിയുമുള്ള വളരെ കാര്യങ്ങളെല്ലാം വായിച്ചറിയാവുന്നുള്ള ആൾക്കാർ തന്നെ പറയുന്നു വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് അത് സാധാരണയായിട്ട് പോർട്ടല്ല, നമ്മൾ നിർമ്മിതി പോർട്ടാണ്. അതായത് നിലവിൽ ഈ പറയുന്ന പാരിസ്ഥിതിക അനുമതി പോലും കറക്റ്റ് അല്ലാത്തൊരു പോർട്ട് എന്നൊക്കെ പലരും പറയുമ്പോൾ നമ്മൾ തെളിവ് സഹിതം ഈ പറയുന്ന ചാനലിൻ്റെ അടിയിൽ തന്നെ തെളിവ് സഹിതം ഇത്ര ഷിപ്പുകളാണ് അല്ലെങ്കിൽ ഇവിടെ അൾട്രാ ലാർജ് വെസൽ വന്നിട്ടില്ല, ഇത് ചുമ്മാ പറഞ്ഞളക്കാണ്, ഒരു കാരണമില്ലാത്ത പോർട്ടാണെന്നൊക്കെ പറഞ്ഞവരുടെ യൂട്യൂബ് ചാനലും വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതി കൊടുത്തു. ഇന്ന കാര്യങ്ങൾ വരുന്നു, നിങ്ങൾ വായിക്കുന്നില്ലേ? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉറങ്ങിക്കിടക്കുന്ന ആളെ നമുക്ക് വിളിച്ചുണ്ടെത്തി കാര്യം പറയാം. ഇനി ഉറക്കം നടിച്ചവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനാൽ അതെനിക്ക് മനസ്സിലായി. അതിനാൽ നമ്മൾ റിപ്ലൈ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. പക്ഷെ കേൾക്കുമ്പോൾ ഒരു വിഷമമായിട്ട് തോന്നുകയാണ്. നമ്മൾ ഈ കാരണങ്ങളെല്ലാം ബൂം ചെയ്ത് പറയുന്നതല്ല, നിലവിലെ കാര്യങ്ങൾ സത്യസന്ധമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഷിപ്പ് തിരിയുകയും നമ്മൾ എക്സ്പ്രസ് കാവേരി എന്ന് പറയുന്ന ഫീഡർ വെസലെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, എക്സ്പ്രസ് കാവേരി പോർട്ടിനകത്തുണ്ട്. ആ ഉള്ളപ്പോൾ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന മദർഷിപ്പ് പൂർണ്ണമായിട്ടും തിരിഞ്ഞ് പോർട്ടിനകത്തേക്ക് വരുന്നത്. ദ എക്സ്പ്രസ് കാവേരി നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. STS ട്രെയിൻ ഉപയോഗിച്ച് കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടത്തുകയും ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന STS-7 എന്ന് പറയുന്ന ക്രെയിനാണ് നമുക്കിപ്പോൾ തൊട്ടടുത്തായിട്ട് കാണാൻ സാധിക്കുന്നത്. തൊട്ടപ്പുറത്ത് STS-8 ഉണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന യാർഡ് പോർഷനാണ്. ധാരാളം കണ്ടെയ്നറാണ് യാർഡ് പോർഷനിൽ നിരയായി നിരത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നിനു മേലുള്ള ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് നമ്മൾ ഈ കാണുന്ന കണ്ടെയ്നറെല്ലാം നിരയായി അടുക്കി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഈ കാണുന്ന യാർഡ് പോർഷൻ്റെ, അതായത് ഇപ്പോൾ പണി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 1-2 മാസം മുന്നേ തന്നെ പണി പൂർത്തിയാക്കിയ ആ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നുണ്ടോ. കടലിനോട് ചേർന്ന 800 മീറ്റർ ബെർത്തിനോട് ചേർന്ന് പാരലായിട്ടുള്ള ഈ പറയുന്ന ഈ യാർഡ് പോർഷനാണ് നമ്മൾ കാണുന്നത്. ധാരാളം കണ്ടെയ്നർ നിരയായി നിരത്തി വെച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇത് ട്രെഡ്ജിങ്ങിൻ്റെ ഓസാണ് നിലവിലുള്ളത്. നമുക്ക് ഈ പറയുന്ന കണക്ഷൻ റോഡിൻ്റെ വർക്കുകൾ ഇനി നടക്കുന്ന സമയത്തും നടക്കേണ്ട സമയത്ത് ഈ പറയുന്ന നാച്ചുറൽ സാൻഡ് അല്ലെങ്കിൽ മണലിൻ്റെ ആവശ്യകത വന്നാൽ തീർച്ചയായിട്ടും ഇനിയും ഡ്രഡ്ജ് ചെയ്ത് മണൽ കൂട്ടും. ഇപ്പോൾ നിലവിൽ ഡ്രഡ്ജ് ചെയ്ത മണലെല്ലാം ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കില്ല. ധാരാളം കുന്നുകൂടി കിടന്ന സ്ഥലത്തെല്ലാം ഇപ്പോൾ എക്സ്കവേറ്റർ ലോറികൾ ഉപയോഗിച്ച് നിലവിൽ ഈ മണലെല്ലാം നമുക്ക് എവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ കണക്ടിവിറ്റി റോഡിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അത് നമുക്ക് അവിടെ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പറയുന്ന ചെറിയൊരു ക്രെയിനെ നമുക്ക് കാണാൻ സാധിച്ചു. നമ്മൾ അന്ന് തന്നെ ഈ ക്രെയിനിൻ്റെ ഡീറ്റെയിൽ ഇട്ടിരുന്നു. കണ്ടെയ്നർ, അതായത് നമ്മൾ യാർഡിരിക്കുന്ന കണ്ടെയ്നർ യാർഡിൽ നിന്നും പുറത്തേക്കും അകത്തേക്കും കൊണ്ടുപോകാൻ വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് 4 കണ്ടെയ്നർ ഹൈറ്റും തന്നെ ഈ ക്രെയിനുകൾ ഉപയോഗിച്ച് പിക്ക് ചെയ്യാൻ സാധിക്കുന്ന 4 ക്രെയിനാണ് വേണ്ടത്. അതിൽ 2 ക്രെയിൻ വന്നിട്ടുണ്ട്. 2 ക്രെയിൻ ഉടൻ വരും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ, ഇത്രത്തോളം പറയുമ്പോൾ തന്നെ നമ്മുടെ MSCയുടെ ഷിപ്പ് ബെർത്തിലോട്ട് ചേരുന്ന വളരെ മനോഹരമായ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആ ഒരു കാഴ്ച വളരെ മനോഹരമായ കാഴ്ച. ഇതുപോലുള്ള ധാരാളം ഷിപ്പുകൾ ഇതുപോലെ തന്നെയാണ് തിരിഞ്ഞ് നമ്മുടെ പോർട്ടിനോട് ചേർന്ന് ബെർത്തിങ്ങിലേക്ക് പോയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മുന്നിൽ കാണുന്ന 100ാമത്തെ ഷിപ്പ് എന്നുള്ള പ്രത്യേകതയോട് കൂടിയ ഷിപ്പ് നമ്മുടെ പോർട്ടിലേക്ക് തിരിഞ്ഞു കയറുന്ന വളരെ മനോഹരമായ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്തായിട്ട് നമ്മുടെ മുന്നിൽ കാണുന്ന 800 മീറ്റർ ബെർത്തിൻ്റെ എൻഡ് പോർഷനാണ് കാണുന്നത്. കണ്ടോ, ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ചാലും എൻഡ് പോർഷനാണ് നമ്മൾ കാണുന്നത്. ഈ ഭാഗത്ത് നിന്നാണ് ഇനി അടുത്ത് 1200 മീറ്ററാണ് ബെർത്തിൻ്റെ പോർഷൻ ഇനി വരേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മുടെ ഈ പറയുന്ന വിഴിഞ്ഞത്തെ ഒരു ജുമാ മസ്ജിദ് കാണാൻ സാധിക്കും. നമ്മൾ പലപ്പോഴായിട്ട് കാണുന്നത് ഗോൾഡൻ മകുടങ്ങളോട് കൂടിയ വളരെ മനോഹരമായ ജുമാ മസ്ജിദാണ്. നമ്മൾ പലപ്പോഴായിട്ട് ആ ജുമാ മസ്ജിദിൻ്റെ അവിടെ നിന്നാലും ഷിപ്പ് ഇങ്ങനെ തിരിഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കും. കണ്ടോ, വളരെ മനോഹരമായ കാഴ്ച തന്നെയാണിത്. വളരെ സാവധാനം പോകുന്നു. അതുമാത്രമല്ല, കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ട്രക്കും അല്ലെങ്കിൽ ട്രെയിലറും നമുക്ക് നിരയായി നിരത്തിയിട്ടിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. ഈ ട്രെയിലറിൻ്റെ വേക്കൻറ്റ് വന്ന സമയത്തൊക്കെ ഞാൻ ഇൻഫോം ചെയ്തിരുന്നു. അതിൽ അപേക്ഷിച്ചവർക്ക് ജോലി കിട്ടിയോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. ഇതുപോലുള്ള നമ്മുടെ വിഴിഞ്ഞം പോർട്ട് റിലേറ്റഡ് ജോബ് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ ആദ്യം തന്നെ ആദ്യം തന്നെ വെച്ചാൽ നമുക്ക് മീഡിയാസിന് നിലവിൽ അവരാദ്യം തന്നെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും, ഡീറ്റെയിലും തരുന്നതായിരിക്കും. അതിനനുസരിച്ച് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ജോബ് വേക്കൻസും ഇതിൽ അപ്ലോഡ്. വിഴിഞ്ഞം പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോയും മാക്സിമം ഞാൻ ഈ ചാനൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കും. എല്ലാം വീഡിയോ ചെയ്യുന്ന ഞാൻ മാത്രം എന്നൊരിക്കലും ഞാൻ പറയില്ല. മാക്സിമം ഞാൻ ഉൾക്കൊള്ളാൻ എല്ലാവർക്കൊപ്പം, അതായത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനെ സ്നേഹിക്കുകയും അതിനോടൊപ്പം വീഡിയോ ചെയ്യുന്നവർക്കൊപ്പം ഞാനും ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറുടെ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്. അതുമാത്രമല്ല, നമുക്ക് ഈ ഷിപ്പിനെ ഒന്ന് അടുത്ത് കണ്ടാലോ?